ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ബറാക്കുദ ഫിഷ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇതിന് ഷീല മീൻ എന്നൊക്കെ പറയും. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഉണ്ടാക്കി അപ്പോൾ സംഭവം എനിക്ക് സക്സസ്ഫുൾ ആയിട്ട് കിട്ടിയതുകൊണ്ട് തന്നെ ഞാൻ ഈ മീൻ കറി റെസിപ്പി ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. പിന്നെ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ ഇട്ട് കൊടുത്തതിന് ശേഷം ഉലുവയൊക്കെ ആവശ്യത്തിന് കണക്കും കാര്യങ്ങളും നോക്കിയിടുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഞാൻ ഇത്ര എടുത്തിട്ടുള്ളൂ. പിന്നെ ലാസ്റ്റ് നമുക്കൊന്ന് സെറ്റായി വരുമ്പോൾ കുറച്ചുകൂടെ കറിവേപ്പില മെയിനിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാമല്ലോ. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കൊച്ചുള്ളി അല്ല കേട്ടോ, ഞാൻ സവാള തന്നെയാണ് എടുത്തിരിക്കുന്നത്. സവാള യൂസ് ചെയ്തെന്ന് പറഞ്ഞ് ടേസ്റ്റിന് വലിയ വ്യത്യാസക്കുറവൊന്നും എനിക്ക് തോന്നിയില്ല. നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു ഈ ഒരു കറിക്ക്. അപ്പോൾ ഞാൻ സവാള ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാള ഞാൻ അരമുറി സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ കൊച്ചു ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളി ആണെങ്കിലും അരമുറി തക്കാളി എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒന്നാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എരിവ് അനുസരിച്ച് പച്ചമുളക് എടുക്കാം കേട്ടോ. പിന്നെ ഉള്ളത് ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വരുന്നിടം വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കാരണം നമ്മൾ സവാള ആണല്ലോ ചേർത്തിരിക്കുന്നത്. അപ്പോൾ അത് ഒന്ന് ലൈറ്റ് ബ്രൗൺ ആവുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ചില ഏരിയയിലൊക്കെ ഇങ്ങനെയാണ് മീൻകറി വെക്കുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഏരിയയിലൊക്കെ കൊച്ചുള്ളി സവാള രണ്ടും കൂടെ മിക്സാക്കിയും വെക്കും, കൊച്ചുള്ളി മാത്രമായിട്ട് ഇട്ടും വെക്കും. അപ്പം ഞാനിത് ജസ്റ്റ് ഒരു റെസിപ്പി വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ. അപ്പം വെച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നിങ്ങൾക്കും യൂസ്ഫുൾ ആവുമല്ലോ. അപ്പം ഞാൻ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട്, അതിലേക്കൊക്കെ ഒന്ന് പിടിച്ച് വരാൻ. പിന്നെ നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഏരിയയിലൊക്കെ എങ്ങനെയാണ് മീൻ കറി വെക്കുന്നതെന്നൊന്ന് പറ കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് എനിക്കും ട്രൈ ചെയ്യാമല്ലോ. അപ്പോൾ ഇത് തക്കാളി സവാള കരിവേപ്പില എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ വഴറ്റി കൊടുക്കുന്നുണ്ട്. അത് ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഏതാണ്ട് ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് ഞാനിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മൂന്നാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് മൂന്നും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. മസാലപ്പൊടിയുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ ഞാൻ നന്നായിട്ട് ആ ചൂടിൽ തന്നെ ഇട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. ഈ സമയത്ത് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ. കരിഞ്ഞു പോയാൽ അതിനൊരു വല്ലാത്ത ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത്. അപ്പോൾ ഞാൻ അതുപോലെയാണ് കേട്ടോ ചെയ്യുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ നെല്ലിക്ക വലിപ്പത്തിലുള്ളൊരു പുളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തു. ആവശ്യത്തിന് ഞാൻ മീനിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. എനിക്ക് ഇത്ര ഗ്രേവി ആവശ്യമായതുകൊണ്ട് തന്നെ ഞാൻ അത്രയും വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ ഒന്ന് തിളയ്ക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്ക് ഞാനിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു തിള വന്നതിന് ശേഷം മാത്രം മീൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതേ മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത്യാവശ്യം വെന്ത് വരാൻ വെള്ളം കുറവായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു ലെവലിന് കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഞാൻ അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. അവിടെ മീൻകറി വേവുന്ന സമയം കൊണ്ട് ഞാനിവിടെ എന്ത് ചെയ്തു, ബാക്കി വന്ന മീൻ ജസ്റ്റ് വറക്കാൻ വേണ്ടിയിട്ട് അരപ്പ് വെച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ അരപ്പ് വയ്ക്കുമ്പോൾ സിമ്പിളായിട്ട് മുളക് പൊടി മല്ലിപ്പൊടി ഇച്ചിരി മല്ലിപ്പൊടി ചേർക്കുള്ളൂ കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മെയിനായിട്ട് ചേർക്കും കേട്ടോ. അതെന്തോ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പം ഞാനത് ഇത്രയും മസാലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തിട്ട് ഞാനിത് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതൊന്ന് വെന്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുത്തു. അപ്പം ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ഡു സപ്പോർട്ട്.